ഹായ് കുട്ടീസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരാളെ കാണാനാണ് കേട്ടോ. ഒരാളെ കാണാൻ ഒരു കൂട്ടം മലയാളികൾ തന്നെ വന്നിട്ടുണ്ട്. ആളാരാണെന്ന് ഞങ്ങൾ ലാസ്റ്റ് പറയാം. എന്തോരം ജനമായിരുന്നെന്നറിയാവോ വന്നു കൂടിയത്. ഇപ്പം ആരുമില്ല, നിങ്ങൾ കാണണം ഇപ്പം എന്തോരം ആളുകളാണ് ഉള്ളതെന്ന്. ചെണ്ടമേളത്തിലെ ചേട്ടന്മാർ നല്ല അടിച്ചു പൊളിച്ചു. പിന്നെ ഡാൻസേഴ്സൊക്കെ റെഡി ആയിട്ട് വന്ന് നിൽപ്പുണ്ട്. ഇപ്പം കണ്ടോ, നേരത്തെ കണ്ട ആളാണോ ഇതിപ്പം ഒത്തിരി ആളായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമൊക്കെ കിട്ടിയിപ്പുണ്ട്. അപ്പം നമ്മുടെ മിഥുൻ ചേട്ടനാണ് കേട്ടോ ആങ്കർ ചെയ്യുന്നത്. മിഥുൻ ചേട്ടൻ വന്നിട്ടുണ്ട്. അവർ ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ ഇത് ഹായ് കാണിച്ചു. അപ്പം ഡാൻസേഴ്സ് കയറി ഡാൻസിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവരുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പറായിരുന്നു. 2-3 സെക്ഷൻ ഉണ്ടായിരുന്നു അവരത്. നല്ല ഡാൻസേഴ്സ്, ആകെ 4 പേരെ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ അടിപൊളിയായിട്ട് അവർ ചെയ്തു കേട്ടോ. മിഥുൻ ചേട്ടൻ്റെ വക കുറച്ച് കോൺടെസ്റ്റുകളും കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ സൂഫി ഡാൻസോ അറബിക് ഡാൻസോ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ടായിരുന്നു. മിഥുൻ ചേട്ടൻ്റെ കോൺടെസ്റ്റ് കാരണം മിക്കവാറും ഒരു ഡോക്ടറിനെ ദുബായ്ക്ക് നഷ്ടമായേനെ. ശ്വാസം മുട്ടിച്ച് കൊന്നേനെ ആ പുള്ളിക്കാരനെ. പക്ഷെ ആ പുള്ളിക്കാരനെ വിൻ ചെയ്തു. ആ പുള്ളിക്കാരന് ഗിഫ്റ്റും കിട്ടി. ഡോക്ടറാണ് കേട്ടോ ആള്. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്തോരം ജനം കൂടിയെന്നറിയാമോ. അങ്ങനെ ഫൈനലി ലാലേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര മണിക്കൂറായിട്ട് ആളുകൾ വെയിറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ. ഏതാണ്ട് 7:45-8 മണി കഴിഞ്ഞു ലാലേട്ടൻ വന്നപ്പോൾ. 7 മണിക്ക് പറഞ്ഞ പ്രോഗ്രാമാണ്. അപ്പോൾ ലാലേട്ടനകത്ത് അവിടെ ഇനാഗുറേഷൻ നടത്തുകയാണ്. സത്യം പറഞ്ഞാൽ ലാലേട്ടനെ കണ്ടപ്പോൾ രോമാഞ്ചം വന്നു എന്ന് പറയാം. എന്നെ പറയണ പിറവൊക്കെ പെരുത്തു. കാരണം നമ്മുടെ സിനിമയിലും ടെലിവിഷനിലും മാത്രം നമ്മൾ കാണുന്ന ഒരാളെ നമ്മൾ നേരിട്ട് കാണുക എന്നുള്ള, ഈവൻ നമ്മുടെ ഒരു ഡിസ്റ്റൻസ് അകലത്തിലാണെങ്കിൽ പോലും നമ്മൾ നേരിട്ട് കാണാന്ന് വെച്ചാൽ ഭയങ്കര ഒരു ഹാപ്പി മൊമെൻ്റ് ആണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ എൻട്രിയാണ്. സമർപ്പണ മനോഭാവം കൊണ്ട് കാമ്രത് സഹോദരന്മാർ വളർന്ന് जिन्हें हम सब मोहन लाल के नाम से जानते हैं, उनकी 4 अंकी को धरती धन्य हुई जहां 21 मई 1960 में आपका जन्म हुआ. हालांकि 1977 ലാലേട്ടന് ദാദാ സാഹിബ് പുരസ്കാരം കിട്ടിയതിന് ശേഷമുള്ള ഫസ്റ്റ് ഇൻ്റർനാഷണൽ പ്രോഗ്രാമാണിത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരുടെ ഫോൺസിൻ്റെ ഫ്ലാഷ് ലൈറ്റ്സ് ഒന്ന് കണക്ട് ചെയ്ത് നമ്മളൊരു ആദരം, ഒരു സ്നേഹം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയായിരുന്നു ഇന്നലത്തെ നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി ഹാപ്പി ആയിട്ടുണ്ട്. റോളയിലുള്ള എല്ലാ മലയാളീസിൻ്റെ സ്നേഹം ഞങ്ങൾ ഈ കൂവലും ബഹളത്തിൽ കൂടെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഇന്നും പ്രോഗ്രാം ഉണ്ട്. ഇന്ന് പ്രോഗ്രാം കരാമയിലും അബുദാബിയിലും പ്രോഗ്രാം ഉണ്ട്. സെയിം ഇനാഗ്രേഷൻ ഉണ്ട് വിൻസ്മരയുടേത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.